പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളുമായി മിഡ് ഈസ്റ്റ് അവർ തുടങ്ങുന്നു. ഗസയിൽ ഇസ്രായേൽ നരനായാട്ട് തുടരുന്നു. റഫേൽ അഭയാർത്ഥി ക്യാമ്പിലെ ഷെല്ലാക്രമണത്തിൽ 37 പേർ കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിൽ 2 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടു. അമേരിക്ക മുൻകൈയെടുക്കുന്ന ഈജിപ്ത് ഇസ്രായേൽ ചർച്ച അടുത്തയാഴ്ച നടന്നേക്കും. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് സ്ലൊവേനിയയും രംഗത്ത് വന്നു. അതിനിടെ ഇസ്രായേലിൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ രാഷ്ട്രീയ നീക്കം ശക്തമാകുന്നു. പാർലമെന്റ് പിരിച്ചുവിടണമെന്നാവശ്യപ്പെടുന്ന ബിൽ നാഷണൽ യൂണിറ്റി പാർട്ടി സമർപ്പിച്ചു. MCA നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും ദുബൈയിൽ നിന്ന്. MCA, എന്താണ് ഗസയിലെ റഫേലിലെ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം? എപ്പോഴാണ് ഏറ്റവും പുതിയ ആക്രമണം റഫേൽ ഉണ്ടായത്? എത്ര പേർ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്? സൈഫുദ്ദീൻ, വ്യാപകമായി തന്നെ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ഒരു ഈജിപ്തിനോട് ചേർന്നുള്ള അതിർത്തി പ്രദേശത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി തന്നെ ഇസ്രായേൽ സേന കൈയടക്കിയതോടുകൂടി വ്യാപകമായിട്ടുള്ള സ്വഭാവത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. അതേസമയം ചെറുത്തുനിൽപ്പും വളരെ ശക്തമായി തന്നെ തുടരുന്നതായിട്ടാണ് അൽഖസാം ബ്രിഗേഡും അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ ഒരു മാറ്റവുമില്ല. ഇന്നും ഏതാണ്ട് 37-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം ഗസയിൽ നിന്ന് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ മധ്യ ഗസയിലും വടക്കൻ ഗസയിലും വ്യാപകമായിട്ടുള്ള വ്യോമാക്രമണവും അതോടൊപ്പം തന്നെ ഷെല്ലാക്രമണവും തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇന്നലെ രാത്രി വൈകി ചേർന്ന UN രക്ഷാസമിതി യോഗവും സ്ഥിതിഗതികളിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയതല്ലാതെ ഏതെങ്കിലും അർത്ഥത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി നടപ്പാക്കാനുള്ള നീക്കങ്ങളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും ചർച്ച ചെയ്യാതെ പിരിയുകയായിരുന്നു. ഇനി വീണ്ടും ഈ ആഴ്ച രക്ഷാസമിതി വീണ്ടും ഈ വിഷയം ചർച്ചക്കെടുക്കുമെന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ അതേസമയം ഏതെങ്കിലും അർത്ഥത്തിൽ ഈ അന്താരാഷ്ട്ര കോടതി വിധി നടപ്പാക്കാനോ മറ്റോ ഉള്ള ഒരു നീക്കത്തെ തങ്ങൾ പിന്തുണയ്ക്കുകയില്ല എന്ന് അമേരിക്ക ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇസ്രായേലിനുള്ള ആയുധ സഹായം നിർത്തിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ശരിയല്ല, ആയുധ വിതരണം തുടർന്നുകൊണ്ടേയിരിക്കും എന്ന ഒരു നിലപാട് കൂടിയാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ അവസാനമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ആക്രമണത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു കുറവ് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. നേരത്തെയൊക്കെ ഒരു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ നടന്നിരുന്നു. കൈറോയിലും ദോഹയിലുമായിട്ട് ആ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു തീരുമാനം. പക്ഷേ ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്ന ഒരു നിലപാടിലേക്ക് ഹമാസ് നേതൃത്വവും എത്തിച്ചേർന്നിരിക്കുകയാണ്. അതേസമയം അന്തർദേശീയ സ്ഥലത്തിൽ സ്ലൊവേനിയ കൂടി പലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ അറിയിച്ചതോടുകൂടി ഇസ്രായേലിന്റെ ഒറ്റപ്പെടൽ നയതന്ത്ര തലത്തിൽ കുറെ കൂടി വ്യാപകമായി തുടരുകയാണ്. ഇനിയും കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, കാരണം നേരത്തെ നോർവേയും അയർലൻഡും അതോടൊപ്പം തന്നെ സ്പെയിനും പൂർണ്ണമായി തന്നെ ഈ പലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. സ്ലൊവേനിയ കൂടി രംഗത്ത് വന്നതോടുകൂടി കൂടുതൽ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ഈ പിന്തുണ നൽകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈജിപ്തും ഇസ്രായേലും തമ്മിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു യുദ്ധത്തിലേക്കോ ആക്രമണത്തിലേക്കോ നീങ്ങുന്ന ഒരു സാഹചര്യം, ഒരു ആശങ്ക രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഈജിപ്ത് സൈനികൻ കൊല്ലപ്പെട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈജിപ്തിനെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെയും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് അമേരിക്ക മുൻകൈ എടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അടുത്ത ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച കെയ്റോയിൽ നടക്കുമെന്ന റിപ്പോർട്ടുകൾ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. സൈഫുദ്ദീൻ, MCA, അതിനിടെ ഇസ്രായേലിൽ വലിയ എതിർപ്പ് നേരത്തെ തന്നെ നേരിടുന്നുണ്ട് നെതന്യാഹു. പക്ഷേ ഈ വാർ ക്യാബിനറ്റിൽ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി കൂടിയായ യൂണിറ്റി പാർട്ടി ഈ പാർലമെന്റ് പിരിച്ചുവിടണം എന്നുള്ളൊരാവശ്യവുമായി ഒരു ബിൽ അവതരിപ്പിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് അത് സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്? എത്ര കണ്ട് ഇത് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അതിനകത്ത്? സൈഫുദ്ദീൻ, അതാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ യൂണിറ്റി പാർട്ടി ഇത്തരമൊരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. ഗാൻസ് ആണ് അതിനെ നേതൃത്വം നൽകുന്നത്. അത്തരമൊരു ബില്ലിനെ ഏത് നിലക്കാണ് മറ്റ് പാർട്ടികൾ, പ്രധാനപ്പെട്ട വലതുപക്ഷ പാർട്ടികളൊക്കെയും അംഗീകരിക്കുക എന്ന കാര്യം ഇപ്പോൾ വ്യക്തമല്ല. ലിക്വിഡ് പാർട്ടി വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. കാരണം ഒരു യുദ്ധം തുടരുന്ന ഒരു ഘട്ടമാണ്. ഈ ഒരു ഘട്ടത്തിൽ ഐക്യമാണ് പ്രധാനം. അതിന് തടസ്സം നിൽക്കുന്ന ഒരു നീക്കത്തോടും തങ്ങൾക്ക് പിന്തുണയ്ക്കാനാവില്ല എന്ന ഒരു നിലപാടാണ് ലിക്വിഡ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്.
സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളുടെ നിലപാടുകൾ കൂടി പ്രധാനമായിരിക്കും. അതേസമയം വലിയ തോതിലുള്ള എതിർപ്പ് ആഭ്യന്തര തലത്തിൽ നെതന്യാഹുവിനെതിരെ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്നും ഇപ്പോൾ ഹൈഫ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലൊക്കെയും നെതന്യാഹുവിനെ അടിയന്തരമായിട്ട് അദ്ദേഹം പുറന്തള്ളണമെന്നും അതോടൊപ്പം തന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ട് ആയിരങ്ങളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. ആണ് പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും ആ പ്രക്ഷോഭം മുന്നോട്ട് പോവുകയുണ്ടായി. പക്ഷേ ഈ ഒരു യുദ്ധം ദേശീയത എന്നത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇസ്രായേലിന്റെ താല്പര്യങ്ങളെ, ഇസ്രായേൽ തുടരുന്ന യുദ്ധത്തെ അട്ടിമറിക്കും. അതുകൊണ്ട് അത്തരം നീക്കങ്ങളിൽ നിന്ന് എല്ലാ പാർട്ടികളും വിട്ടുനിൽക്കണം എന്നൊരു നിലപാടാണ് നെതന്യാഹുവും അതോടൊപ്പം തന്നെ ലിക്വിഡ് പാർട്ടിയും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കൂടുതൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ബില്ലിനോട് മറ്റ് ചെറിയ പാർട്ടികളുടെ സമീപനം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കുകയാണ്. എന്തായാലും നെതന്യാഹുവിനെതിരായിട്ടുള്ള വലിയ ഒരു ശക്തമായിട്ടുള്ള നിര തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. സമീപകാലത്ത് നടന്ന എല്ലാ ആഭ്യന്തര തലത്തിൽ നടന്ന പോളിംഗിലും ഏറ്റവും ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് നെതന്യാഹുവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ ഒരു 20-23% ആളുകൾ മാത്രമാണ് നെതന്യാഹു വീണ്ടും പ്രധാനമന്ത്രി അല്ലെങ്കിൽ നിലവിൽ അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ തുടരുന്നതിനെ പിന്തുണയ്ക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് തന്നെ വേണമെന്നൊരു ആവശ്യത്തിനാണ് ജനങ്ങളിൽ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണയുള്ളത്. പക്ഷേ ഈ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ദേശീയത ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ യുദ്ധം തീരുന്നത് വരെ അല്ലെങ്കിൽ തങ്ങളുടെ ലക്ഷ്യം ഗസയിൽ നടപ്പാകുന്നത് വരെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ എതിർക്കുന്ന പാർട്ടികളും നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നവരുണ്ട് എന്നതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ ബില്ലിനോട് മറ്റു പാർട്ടികളുടെ സമീപനത്തെ കൂടി ആശ്രയിച്ചിരിക്കുകയായിരിക്കും. ആ ബില്ല് വിജയിക്കുമോ, അതല്ല ആ ബില്ല് ഏതെങ്കിലും അർത്ഥത്തിൽ പാർലമെന്റിൽ വിജയിക്കുകയാണെങ്കിൽ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെയായിരിക്കും ലഭിക്കാൻ പോകുന്നത്. സൈഫുദ്ദീൻ. ശരി, പാർലമെന്റ് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ വാർ ക്യാബിനറ്റിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടി ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് MC നാസർ. റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചന ശ്രമങ്ങൾ സുപ്രധാന ഘട്ടത്തിൽ. ദിയാധനമായ 15 മില്യൺ റിയാലിനുള്ള ഡിമാൻഡ് ഡ്രാഫ്റ്റ് റിയാദിലെ ഇന്ത്യൻ എംബസി ഇഷ്യൂ ചെയ്തു. റിയാദിലെ ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിലാണ് ചെക്ക് അനുവദിച്ചത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിന്റെ മോചന ശ്രമം സുപ്രധാന ഘട്ടത്തിലാണിപ്പോൾ. കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് നൽകാനുള്ള ദിയാധനമായ 33 കോടി രൂപയ്ക്ക് സമാനമായ 15 മില്യൺ റിയാൽ ഉടൻ കൈമാറും. ഇതിനായി റിയാദിലെ ഇന്ത്യൻ എംബസി 15 മില്യൺ റിയാലിനുള്ള ഡിമാൻഡ് ഡ്രാഫ്റ്റ് അനുവദിച്ചു. ഗവർണറേറ്റിന്റെ നിർദ്ദേശപ്രകാരം റിയാദിലെ ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിലാണ് എംബസി ചെക്ക് അനുവദിച്ചത്. റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തുവൂരും നിയമസഹായ സമിതി അംഗം മൊഹീദ്ദീൻ സഹീറും സാക്ഷികളായി എംബസിയിലെത്തിയിരുന്നു. ഞായറാഴ്ചയോ അതിനോടടുത്ത ദിവസങ്ങളിലോ ഗവർണറേറ്റിന് ചെക്കിന്റെ കോപ്പി കൈമാറും. തുടർന്ന് ഇരു വിഭാഗത്തിന്റെയും അഭിഭാഷകരും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും ഗവർണറേറ്റിൽ ഹാജരാകും. അവിടെ വെച്ച് കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബം കേസിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്ന സമ്മതപത്രത്തിൽ ഒപ്പുവെക്കും. ഇത് കോടതിക്ക് കൈമാറുന്നതോടെ കേസിന്റെ സുപ്രധാന ഘട്ടം അവസാനിക്കുമെന്നും തുടർന്നുള്ള മോചന നടപടികൾ കോടതി നിർദ്ദേശപ്രകാരം നടക്കുമെന്നും സിദ്ദീഖ് തുവൂർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ വൺ, ജിദ്ദ. ഖത്തറിൽ ചൂട് കൂടിയതോടെ പകൽ സമയത്ത് പുറത്ത് ജോലി ചെയ്യുന്നതിന് നിയന്ത്രണം. രാവിലെ 10 മുതൽ 3:30 വരെ പുറത്ത് ജോലി ചെയ്യരുത്. ജൂൺ 1 മുതൽ നിയന്ത്രണം പ്രാബല്യത്തിൽ വരും. ചൂട് കനത്തതോടെയാണ് പകൽ സമയത്ത് പുറംജോലികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഖത്തർ തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് രാവിലെ 10 മുതൽ വൈകിട്ട് 3:30 വരെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യിക്കരുത്. മറ്റന്നാൾ തുടങ്ങുന്ന തൊഴിൽ സമയക്രമീകരണം സെപ്റ്റംബർ 15 വരെ തുടരും. അന്തരീക്ഷ താപനില ഉയർന്നു തുടങ്ങിയ സാഹചര്യത്തിൽ ആരോഗ്യ രക്ഷാമാർഗങ്ങളെയും തൊഴിൽ സുരക്ഷാ നിർദ്ദേശങ്ങളും വിശദമാക്കിക്കൊണ്ട് മന്ത്രാലയം പ്രചാരണം നടത്തുന്നുണ്ട്. കമ്പനികളും തൊഴിലുടമകളും നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ തൊഴിൽ മന്ത്രാലയ ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തും. മീഡിയ വൺ, ദോഹ. ഹജ്ജ് ചട്ടങ്ങൾ ലംഘിച്ച മക്കയിൽ തങ്ങിയ 20,000-ലേറെ സന്ദർശക വിസക്കാർ അറസ്റ്റിൽ. മെയ് 23 മുതൽ സന്ദർശക വിസയിലുള്ളവർ മക്കയിൽ തങ്ങാൻ പാടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. ഞായറാഴ്ച മുതൽ ഹജ്ജ് പെർമിറ്റില്ലാത്തവരെ കണ്ടെത്താൻ പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് സുരക്ഷാ വിഭാഗം അറിയിച്ചു. മെയ് 23 അഥവാ ദുൽഖഅദ് 15 മുതൽ സന്ദർശക വിസയിലുള്ളവർ മക്കയിലേക്ക് പ്രവേശിക്കാനോ മക്കയിൽ താമസിക്കാനോ പാടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. ഈ നിർദ്ദേശം ലംഘിച്ചും മക്കയിൽ തങ്ങിയ 20,000-ലേറെ പേർ ഇതുവരെ പിടിയിലായതായി
പൊതുസുരക്ഷാ വിഭാഗം വ്യക്തമാക്കി. ദുൽഹജ്ജ 15 വരെ ഒരു മാസക്കാലം ഈ നിയന്ത്രണം തുടരും. നിയമലംഘകരെ കണ്ടെത്താനായി മക്കയിലുടനീളം ശക്തമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. സന്ദർശക വിസയിലെത്തുന്നവർക്ക് ഹജ്ജ് ചെയ്യാൻ അനുവാദമില്ല. സന്ദർശക വിസക്കാർ അനധികൃതമായി ഹജ്ജിനെത്താനുള്ള സാധ്യതയുള്ളതിനാലാണ് പരിശോധന ശക്തമാക്കിയത്. വിലക്ക് ലംഘിച്ചും മക്കയിൽ തങ്ങുന്നവർക്ക് ഹജ്ജ് ചട്ടങ്ങൾ ലംഘിച്ചതിന് സമാനമായ ശിക്ഷ ലഭിക്കും. വിസിറ്റ് വിസക്കാർക്ക് പുറമെ ഉംറ, ട്രാൻസിറ്റ് വിസകളിലുള്ളവർക്കും ഹജ്ജ് ചെയ്യാൻ അനുമതിയില്ല. ജൂൺ 2 ഞായറാഴ്ച മുതൽ മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലും മക്കയിലുടനീളവും പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് പൊതുസുരക്ഷാ വിഭാഗം അറിയിച്ചു. ജൂൺ 20 വ്യാഴാഴ്ച വരെയാണ് മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാലയളവിൽ ഹജ്ജ് പെർമിറ്റില്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. എന്നാൽ മക്ക ഇഖാമയുള്ളവർക്കും പ്രത്യേക പെർമിറ്റ് നേടിയവർക്കും ഇതിൽ ഇളവുണ്ട്. മക്കയിലേക്കുള്ള ചെക്ക് പോയിന്റുകൾ, റുസൈഫ റെയിൽവേ സ്റ്റേഷൻ, മക്ക നഗരം, ഹറം പരിസരം, സുരക്ഷാ കേന്ദ്രങ്ങൾ, സോർട്ടിംഗ് കേന്ദ്രങ്ങൾ, ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന പുണ്യസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പരിശോധന ശക്തമാക്കുമെന്ന് സുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. മക്കയിലേക്ക് നേരിട്ടെത്തിയ മലയാളി ഹാജിമാരുടെ മദീന സന്ദർശനം തുടങ്ങി. സ്വകാര്യ ഗ്രൂപ്പിലെത്തിയ തീർത്ഥാടകരാണ് ഹജ്ജിന് മുമ്പ് തന്നെ മദീന സന്ദർശനത്തിനായി പുറപ്പെട്ടത്. കേരള ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ ഹാജിമാരുടെ മദീന സന്ദർശനം ഹജ്ജിന് ശേഷം ആരംഭിക്കും. സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് കീഴിൽ കേരളത്തിൽ നിന്നും വരുന്ന ഹാജിമാർ നേരിട്ട് മക്കയിലേക്കായിരുന്നു എത്തിയിരുന്നത്. ഈ മാസം 15 മുതൽ സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് കീഴിൽ മലയാളി ഹാജിമാർ മക്കയിലെത്തി തുടങ്ങി. ഇവരാണിപ്പോൾ മദീന സന്ദർശനം ആരംഭിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ മലയാളി ഹാജിമാർ മദീനയിലേക്ക് പുറപ്പെടും. മദീന സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ഹജ്ജിനു മുമ്പായി ഇവർ മക്കയിലേക്ക് തിരിച്ചെത്തും. ഹജ്ജിന് ശേഷം ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നായിരിക്കും ഇവർ നാട്ടിലേക്ക് മടങ്ങുക. മദീനയിലെത്തുന്ന മലയാളി തീർത്ഥാടകർക്ക് വൻ സ്വീകരണമാണ് വിവിധ സംഘടനകൾ നൽകുന്നത്. ആദ്യ സംഘത്തിന് മദീന KMCCയുടെ നേതൃത്വത്തിൽ വിപുലമായ സ്വീകരണമൊരുക്കി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ സ്വീകരണത്തിൽ പങ്കാളികളായി. കേരള ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ മക്കയിലേക്ക് വരുന്ന ഹാജിമാർ ഹജ്ജിന് ശേഷമായിരിക്കും മദീന സന്ദർശനത്തിനായി പുറപ്പെടുക. നോൺ മഹറം വിഭാഗത്തിലെത്തിയ 3500 വനിതകൾ ഉൾപ്പെടെ ഇതുവരെ 6000-ഓളം ഹാജിമാരാണ് ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കേരളത്തിൽ നിന്നും മക്കയിലെത്തിയത്. നാളെ രാത്രിയോടെ കണ്ണൂരിൽ നിന്നുള്ള ഹാജിമാരും മക്കയിലെത്തി തുടങ്ങും. മീഡിയ 1, മക്ക. മനുഷ്യക്കടത്ത് തടയുന്നതിനായി കരുതൽ നടപടികളുമായി കുവൈത്ത് നീതിന്യായ മന്ത്രാലയം, ഹ്യൂമൻ ട്രാഫിക്കിംഗ് നാഷണൽ സമിതിയും അഭിഭാഷകരുടെ അസോസിയേഷനും നടപടിയുടെ ഭാഗമായി സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. നിയമപരമായി ലഭ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും സമൂഹത്തിൽ അവബോധം വളർത്തിയെടുക്കുകയാണ് സഹകരണ പ്രോട്ടോകോൾ ലക്ഷ്യമിടുന്നത്. ദേശീയ പബ്ലിക് ബെനഫിറ്റ് അസോസിയേഷനുകളുമായുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിൽ പ്രോട്ടോകോൾ സുപ്രധാന ചുവടുവെപ്പാണെന്ന് മന്ത്രാലയം ആക്ടിംഗ് അണ്ടർ സെക്രട്ടറിയും നാഷണൽ കമ്മിറ്റി ഡെപ്യൂട്ടി ചെയർമാനുമായ താരിഖ് അൽ അസ്ഫൂർ പറഞ്ഞു. മനുഷ്യക്കടത്ത് അവസാനിപ്പിക്കാൻ കുവൈത്ത് പ്രതിജ്ഞാബദ്ധരാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ലംഘനങ്ങൾ കുറയ്ക്കുന്നതിനും പ്രോട്ടോകോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ലൈംഗിക ചൂഷണത്തിനിരയായവർക്ക് നിയമസഹായവും ഉപദേശവും നൽകാനും കരാറിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും ദേശീയ നിയമങ്ങളും അനുസരിച്ച് സംശയാസ്പദമായ മനുഷ്യക്കടത്ത് കേസുകൾ നിരീക്ഷിക്കും. നേരത്തെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന വെബ്സൈറ്റ് അധികൃതർ ആരംഭിച്ചിരുന്നു. നിലവിൽ കുവൈത്തിൽ മനുഷ്യക്കടത്ത് പിടിക്കപ്പെട്ടാൽ 3 വർഷം തടവും 5000 മുതൽ 10000 ദിനാർ വരെ പിഴയുമാണ് ശിക്ഷ. മീഡിയ 1, കുവൈത്ത്. സൈബർ നിയമലംഘനങ്ങൾ നടത്തിയ 1000-ലേറെ വെബ്സൈറ്റുകൾ ഈ വർഷം മാത്രം ബ്ലോക്ക് ചെയ്തതായി UAE സാമ്പത്തികകാര്യ മന്ത്രാലയം. ബൗദ്ധിക സ്വത്താവകാശ നിയമം ലംഘിച്ച് വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടെ വിനോദ ഉള്ളടക്കങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തതിനാണ് നടപടി. മൾട്ടിമീഡിയ ഉള്ളടക്കത്തിന് കൂടുതൽ ആവശ്യക്കാരുള്ള സമയമെന്ന നിലയിൽ റമദാൻ മാസത്തിലാണ് കൂടുതൽ വെബ്സൈറ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് സാമ്പത്തികകാര്യ മന്ത്രാലയം അറിയിച്ചു. റമദാൻ മാസത്തിൽ ഇൻസ്റ്റാ ബ്ലോക്ക് സംരംഭം നടപ്പിലാക്കിയതിനു ശേഷം വിവിധ മാധ്യമ ശൃംഖലയുടെ ഉടമസ്ഥതയിലുള്ള വിനോദ ഉള്ളടക്കം നിയമവിരുദ്ധമായി സംപ്രേഷണം ചെയ്ത ബൗദ്ധിക സ്വത്തവകാശം ലംഘിച്ച 1117 വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തതായും അധികൃതർ. UAEയിൽ ഈ വർഷം ബ്ലോക്ക് ചെയ്ത അനധികൃത വെബ്സൈറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടായിട്ടുണ്ട്. 2023-ൽ 62 വെബ്സൈറ്റുകൾ മാത്രമാണ് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരുന്നത്. തത്സമയ ഓൺലൈൻ പ്രക്ഷേപണത്തിലെ പകർപ്പവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കുന്നതിന് പ്രത്യേക സേവനം വിജയകരമായി വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞതായി ഇത് തെളിയിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇൻസ്റ്റാ ബ്ലോക്ക് സംരംഭം വർഷം മുഴുവൻ തുടരുന്ന പരിപാടിയാക്കി മാറ്റുമെന്ന് അധികൃതർ വ്യക്തമാക്കിയതായി ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. മീഡിയ 1, ദുബായ്.
ഒമാനിൽ 10 വയസ്സിന് മുകളിലുള്ള പ്രവാസി കുട്ടികൾക്ക് റെസിഡന്റ് കാർഡ് നിർബന്ധമാണെന്ന് റോയൽ ഒമാൻ പോലീസ്. റെസിഡന്റ് കാർഡ് എടുക്കാത്ത പക്ഷം രക്ഷിതാവിന്റെ പേരിൽ പിഴ ചുമത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ഒമാനിൽ താമസിക്കുന്ന ഓരോ പ്രവാസിയും രാജ്യത്തെത്തി 30 ദിവസത്തിനുള്ളിൽ റെസിഡന്റ് കാർഡ് എടുത്തിരിക്കണം. ഇത് 10 വയസ്സിന് മുകളിലുള്ള പ്രവാസി കുട്ടികൾക്കും ബാധകമാണ്. വൈകുന്ന ഓരോ മാസത്തിനും 10 റിയാൽ പിഴ ഈടാക്കും. ഒറിജിനൽ പാസ്പോർട്ട്, ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നുള്ള കത്ത്, മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം തൊഴിൽ മന്ത്രാലയത്തിന്റെ ഫോമിന്റെ ഒറിജിനൽ പകർപ്പുകൾ എന്നിവ സഹിതം പ്രവാസി ഡിപ്പാർട്ട്മെന്റ് സന്ദർശിച്ചാൽ മുതിർന്ന ഒരാൾക്ക് പുതിയ റെസിഡന്റ് കാർഡ് സ്വന്തമാക്കാം. നിശ്ചിത കാലയളവിനുള്ളിൽ റെസിഡന്റ് കാർഡ് ഉണ്ടാക്കാത്ത കുട്ടികൾക്കും പിഴ ബാധകമാകും. റെസിഡന്റ് കാർഡ് ഉള്ളത് വിമാനത്താവളങ്ങളിലെ എൻട്രി എക്സിറ്റ് പ്രക്രിയകൾ എളുപ്പമാക്കുന്നു. ഒമാനിലെ മറ്റെല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും റെസിഡന്റ് കാർഡ് നിർബന്ധമാണെന്നും അധികൃതർ പറഞ്ഞു. മീഡിയ 1 മസ്കത്ത്. ഖത്തർ എയർവേസിൽ ഇനി ആകാശത്ത് പറക്കുമ്പോഴും ഇന്റർനെറ്റ് സേവനം ആസ്വദിക്കാം. വിമാനയാത്രികർക്ക് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിനായി ഖത്തർ എയർവേസും എലോൺ മസ്കിന്റെ സ്റ്റാർ ലിങ്കും ധാരണയിലെത്തി. ദീർഘമായ വിമാനയാത്രക്കിടയിൽ പുറം ലോകവുമായി ബന്ധം നഷ്ടമാകുന്നു എന്ന ആശങ്കകൾക്ക് വിരാമമാകുകയാണ്. ആകാശത്ത് പറക്കുമ്പോൾ തന്നെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം, മെയിൽ അയക്കാം, വീഡിയോ കോൺഫറൻസുകളിൽ പങ്കെടുക്കാം. അങ്ങനെ അതിവേഗ ഇന്റർനെറ്റ് വിമാനത്തിലും നമ്മുടെ വിരൽത്തുമ്പിലെത്തുകയാണ്. ജർമ്മനിയിലെ ഹാംബർഗിൽ നടന്ന എയർക്രാഫ്റ്റ് ഇന്റീരിയർ എക്സ്പോയിലാണ് ഖത്തർ എയർവേസും എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കും ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. ഖത്തർ എയർവേസ് സിഇഒ ബദർ അലാമീറും സ്റ്റാർലിങ്ക് വൈസ് പ്രസിഡന്റ് മൈക്ക് നിക്കോൾസുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഉപഗ്രഹങ്ങൾ വഴി ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന സ്ഥാപനമാണ് സ്റ്റാർലിങ്ക്. നിലവിൽ ഇത്തരം സേവനങ്ങൾ നൽകുന്നതിനായി കമ്പനിക്ക് 60,000 ഉപഗ്രഹങ്ങളുണ്ട്. വൈകാതെ തന്നെ ഇത് ഇരട്ടിയായി ഉയർത്തും. വിമാനത്തിൽ ഇന്റർനെറ്റ് സംവിധാനം ഒരുക്കുന്ന മിഡിൽ ഈസ്റ്റ്, വടക്കേ ആഫ്രിക്ക മേഖലയിലെ ആദ്യ വിമാന കമ്പനിയാണ് ഖത്തർ എയർവേസ്. ഈ വർഷം അവസാനത്തോടെ സേവനം ലഭ്യമായി തുടങ്ങും. ആദ്യഘട്ടത്തിൽ ഖത്തർ എയർവേസിന്റെ 3 ബോയിങ് 777-300 വിമാനങ്ങളിലായിരിക്കും ഇന്റർനെറ്റ് സേവനം ലഭിക്കുക. മീഡിയ 1 ദോഹ. കുവൈറ്റിലെ അൽ സൂർ റിഫൈനറി പ്രവർത്തന സജ്ജമാകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറികളിലൊന്നായ അൽ സൂറിന്റെ ഉദ്ഘാടനം കുവൈത്ത് അമീറാണ് നിർവഹിച്ചത്. അൽസുർ റിഫൈനറി പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി. പദ്ധതിയുടെ ഉദ്ഘാടനം കുവൈറ്റ് ഷെയ്ഖ് മിഷ്അൽ അഹമ്മദ് ജാബിർ അസ്സബാഹ് നിർവഹിച്ചു. പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അഹമ്മദ് അസ്സബാഹ്, ഉപപ്രധാനമന്ത്രിയും എണ്ണമന്ത്രിയുമായ ഡോക്ടർ ഇമാദ് അൽ അത്തീഖി, മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. രാജ്യത്തിന്റെ എണ്ണ വ്യവസായത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനുള്ള കുവൈറ്റ് പെട്രോളിയം കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭങ്ങളിലൊന്നുമാണ് അൽസൂർ റിഫൈനറി. പദ്ധതി ഉദ്ഘാടനത്തോടെ 6 എണ്ണ ശുദ്ധീകരണശാലകളിലായി പ്രതിദിനം 2 ദശലക്ഷം ബാരൽ ശുദ്ധീകരണ ശേഷി കുവൈറ്റ് കൈവരിക്കും. പ്രതിദിനം 6,15,000 ബാരൽ ഉൽപാദനശേഷിയുള്ള അൽസൂർ എണ്ണ ശുദ്ധീകരണ പദ്ധതിയുടെ നിർമ്മാണം 2018 ആരംഭിച്ചത്. റിഫൈനറി പൂർണ്ണ സജ്ജമാകുന്നതോടെ സൗദി അറേബ്യ കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക മേഖലയിലെ ശുദ്ധീകരണ ശേഷിയുള്ള 2ാമത്തെ വലിയ രാജ്യമായി കുവൈറ്റ് മാറും. രാജ്യത്തെ വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിനായി പ്രാദേശിക പവർ സ്റ്റേഷനുകൾക്ക് ശുദ്ധമായ ഇന്ധനം നൽകുന്നതിലും അൽസൂർ റിഫൈനറിക്ക് കാര്യമായ പങ്കുണ്ട്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദിയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ അതിവേഗ ചാർജിംഗ് കേന്ദ്രങ്ങൾ വ്യാപിപ്പിക്കുന്നു. ഇതിനായി ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ലൂസിഡുമായി ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ധാരണയിലെത്തി. പദ്ധതി നടപ്പിലാകുന്നതോടെ രാജ്യത്തെ ഇലക്ട്രിക് വാഹന വിപണിയിൽ വൻ കുതിപ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സൗദിയിലുടനീളം ഇലക്ട്രിക് വാഹനങ്ങളുടെ അതിവേഗ ചാർജിംഗ് സ്റ്റേഷനുകൾ വ്യാപകമായി സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. അതിനായി സൗദിയിലെ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ലൂസിഡുമായി ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി കരാറിലെത്തി. ലൂസിഡ് ഉപഭോക്താക്കൾക്ക് ഇതിലൂടെ EVIQ കമ്പനിയുടെ അതിവേഗ ചാർജിംഗ് സ്റ്റേഷനുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. ലൂസിഡിന്റെ പ്രതിനിധി ഫൈസൽ സുൽത്താനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ലൂസിഡിന്റെ ഇലക്ട്രിക് വാഹന രൂപകൽപ്പന, നിർമ്മാണം എന്നിവയിലുള്ള വൈദഗ്ധ്യവും EVIQ കമ്പനിയുടെ ചാർജിംഗ് നെറ്റ്വർക്കും കൂടി ഒരുമിക്കുന്നതോടെ ഇലക്ട്രിക് വാഹന മേഖലയിൽ രാജ്യത്ത് വൻ നവീകരണമാണ് പ്രതീക്ഷിക്കുന്നത്. ലൂസിഡിന്റെ എയർ മോഡൽ വാഹനമാണ് ഇന്ന് വിപണിയിൽ ഏറ്റവും വേഗത്തിൽ ചാർജ് ചെയ്യാൻ കഴിയുന്ന വാഹനങ്ങളിലൊന്നായി കണക്കാക്കുന്നത്. സൗദിയിൽ ആദ്യമായി കാർ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചതിന്റെ റെക്കോർഡ് കരസ്ഥമാക്കിയ സ്ഥാപനമാണ് ലൂസിഡ്. മിഷാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1 റിയാദ്. കുവൈറ്റിന് 2024 സാമ്പത്തിക വർഷത്തിൽ 2.8% സാമ്പത്തിക വളർച്ചയുണ്ടാകുമെന്ന് ലോകബാങ്ക് റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ സമ്പത്ത് തുടർച്ചയായ വാർഷിക വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കുവൈത്തിന്റെ എണ്ണ ഉൽപാദനത്തിൽ 3.6% വളർച്ചയും മറ്റു മേഖലകളിൽ 2.10% വളർച്ചയുമാണ് പ്രതീക്ഷിക്കുന്നത്. എണ്ണവില വീണ്ടും ഉയരുന്നതാണ് സാമ്പത്തിക വ്യവസ്ഥ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം.
കുവൈറ്റ് സാമ്പത്തിക വ്യവസ്ഥയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് പൂർണ്ണമായി എണ്ണ കയറ്റുമതി വരുമാനവുമായി ബന്ധപ്പെട്ടതാണ്. GCC രാജ്യങ്ങളുടെ സാമ്പത്തിക രംഗം ഈ വർഷം തിരിച്ചുവരവിന് തുടക്കം കുറിക്കുമെന്നും അടുത്ത വർഷം വേഗം കൈവരിക്കുമെന്നുമാണ് ലോകബാങ്ക് വിലയിരുത്തൽ. 2024 സാമ്പത്തിക വളർച്ച 2.8%-ലെത്തുമെന്നും 2025 4.7%-ലേക്ക് എത്തുമെന്നും ലോകബാങ്ക് വ്യക്തമാക്കി. അതിനിടെ നിലവിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം പുതിയ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ വൈകിപ്പിക്കുകയും പരിഷ്കരണ സംരംഭങ്ങളുടെ വേഗത കുറയ്ക്കുകയും ചെയ്യുമെന്നുമാണ് വിലയിരുത്തൽ. എണ്ണശേഖരം തന്ത്രപരമായി വിനിയോഗിക്കുന്നതാണ് കുവൈത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിസ്ഥാനം. 2016 മുതൽ കുവൈറ്റുകളുടെ സമ്പത്ത് പ്രതിവർഷം 3% എന്ന നിരക്കിലാണ് വളർച്ച കൈവരിക്കുന്നത്. നിലവിൽ കുവൈത്തിലെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ പകുതിയും സർക്കാർ വരുമാനത്തിന്റെ 90% എണ്ണ മേഖലയിൽ നിന്നാണ്. ആഗോള വിപണികൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്കിടയിലും എണ്ണ വരുമാനത്തിന്റെ 10% ഭാവി തലമുറയുടെ കരുതൽ നിധിയിലേക്ക് വകയിരുത്തിയ ശേഷമാണ് കുവൈത്ത് വരുമാനം കണക്കാക്കുന്നത്. മീഡിയ 1 കുവൈത്ത്. വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസുമായി ഒരു ബന്ധവുമില്ലെന്ന് ദുബൈയിലെ എക്സാലോജിക് കൺസൾട്ടിംഗ്. ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണങ്ങളിൽ പരാമർശിക്കുന്ന സ്ഥാപനം എക്സാലോജിക് കൺസൾട്ടിംഗ് അല്ല. 2013 ഷാർജയിൽ തുടങ്ങിയ സ്ഥാപനമാണിത്. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, SNC ലാവ്ലിൻ എന്നിവരുമായി ബിസിനസ് ബന്ധങ്ങളില്ല. ഡയറക്ടർ ബോർഡിലും പേറോളിലും വീണ, സുനീഷ് എന്നീ പേരുകളുള്ള ആരുമില്ല. എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന പേരിൽ ഒരു സ്ഥാപനം UAE പ്രവർത്തിക്കുന്നില്ലെന്നും സ്ഥാപന മേധാവികളായ സസൂൺ സാദിഖ്, നവീൻ കുമാർ എന്നിവർ ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. Exalogic Consulting അല്ല Exalogic Solutions. Exalogic Consulting is a company which is based in India and in the UAE and in the UK, which is founded by both of us who are with you. ഇപ്പോൾ ഇന്നലെ വന്ന ന്യൂസ് ക്ലിപ്സ്, ഒരു 2-3 ക്ലിപ്സ് നമ്മൾ കണ്ടു. അതിൽ നമ്മുടെ പേരും മറ്റ് ആൾക്കാരുടെ പേരും ചേർത്ത് പറഞ്ഞിരുന്നു. എക്സാലോജിക് കൺസൾട്ടിംഗ് എന്നും പറഞ്ഞിരുന്നു. അപ്പം വി വാണ്ടഡ് ടു ക്ലാരിഫൈ ദാറ്റ് എക്സാലോജിക് കൺസൾട്ടിംഗ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് കൺസൾട്ടിംഗ് ഫേം. അത് എക്സാലോജിക് സൊല്യൂഷൻസുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യാനാണ്. നമ്മുടെ ഡയറക്ടർ ബോർഡിലും ഇല്ല, നമ്മുടെ സ്റ്റാഫിലും ഇല്ല. ദുബൈയിലെ പുതിയ നഗരമേഖലയായ ദുബായ് സൗത്തിൽ ആദ്യത്തെ സ്കൂളിന് ജെംസ് എഡ്യൂക്കേഷനും ദുബായ് സൗത്ത് അതോറിറ്റിയും ധാരണാപത്രം ഒപ്പിട്ടു. ജെംസ് ഫൗണ്ടേഴ്സ് സ്കൂൾ എന്ന പേരിൽ തുടങ്ങുന്ന ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളിലേക്ക് ജൂൺ 1 മുതൽ അഡ്മിഷൻ തുടങ്ങും. ഓഗസ്റ്റ് മുതൽ സ്കൂളിൽ അധ്യയനം തുടങ്ങുമെന്നും അധികൃതർ അറിയിച്ചു. അജ്മാൻ നഗരത്തിൽ ജൂൺ 2 മുതൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. ഷെയ്ഖ് റാഷിദ് ബിൻ സയീദ് സ്ട്രീറ്റിൽ റോഡ് വികസനം നടക്കുന്ന സാഹചര്യത്തിലാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത്. അജ്മാൻ പോർട്ട് സിറ്റി സെന്റർ ഭാഗത്ത് നിന്ന് ഖലീഫ ഇന്റർചേഞ്ചിലേക്ക് വരുന്ന വാഹനങ്ങൾക്കാണ് നിയന്ത്രണമെന്ന് അജ്മാൻ പോലീസ് അറിയിച്ചു. അബുദാബി എമിറേറ്റിൽ പാചകവാതക വില വർദ്ധിക്കും. ഗാർഹിക വാണിജ്യാവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയാണ് വർദ്ധിക്കുക. 25 LBS സിലിണ്ടറിന് 54 ദിർഹവും 50 LBS സിലിണ്ടറിന് 108 ദിർഹവുമാണ് പുതുക്കിയ നിരക്ക്. കുവൈറ്റ് കലാ ട്രസ്റ്റ് നൽകുന്ന വിദ്യാഭ്യാസ എൻഡോവ്മെന്റിന് അപേക്ഷകൾ ക്ഷണിച്ചു. 2024 അധ്യയന വർഷത്തിൽ കേരള സിലബസിൽ SSLC ഉന്നത വിജയം കരസ്ഥമാക്കിയ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം അപേക്ഷകർ. ഒരു ജില്ലയിൽ നിന്നും 2 കുട്ടികൾ വീതം 28 പേർക്ക് 7500 രൂപ വീതമാണ് എൻഡോവ്മെന്റ് അപേക്ഷകൾ. സ്കൂൾ ഹെഡ് ടീച്ചറുടെ സാക്ഷ്യപത്രവും റുമാന സർട്ടിഫിക്കറ്റും റേഷൻ കാർഡിന്റെ പകർപ്പും ഉൾപ്പെടെ ജൂൺ 30 മുൻപായി സമർപ്പിക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സൗദിയിലെ റിയാദിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കോഴിക്കോട് നിവാസികളുടെ കൂട്ടായ്മയായ കോഴിക്കോടൻസ് ആണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. CBSE SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. മലാസ് അൽമാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. അറബ് കൺസൾട്ടൻസ് ഹോം CEO നജീബ് മുസ്ലിയാരകത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ കൈമാറി. കഴിഞ്ഞ ദിവസം കോഴിക്കോടൻ സംഘടിപ്പിച്ച എജു സ്പോർട്സ് ഫെസ്റ്റ് ചാമ്പ്യന്മാരായ മാനാഞ്ചിറ ടീമിനുള്ള സ്വീകരണവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. സംഘടനയിലെ വനിതാ അംഗങ്ങൾ കേക്ക് മുറിച്ചായിരുന്നു സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ജൂറി അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. റാഫി കൊയിലാണ്ടി, നിഷാദ് അൻവർ, റാഷിദ് കൊന്നൻകാവിൽ, അബ്ദുൽ ലത്തീഫ് കൊടുവള്ളി, മൈമൂന അബ്ബാസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 റിയാദ്. ഖത്തറിൽ മലപ്പുറം പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. ഖത്തർ ഫൗണ്ടേഷൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ മെയ് 24 ആരംഭിച്ച ടൂർണമെന്റിൽ 8 ടീമുകൾ പങ്കെടുത്തു. ഫൈനലിൽ ക്രിക്സ് എരമംഗലത്തെ തോൽപ്പിച്ച് ടെക്നോ മീഡിയ സ്ട്രൈക്കേഴ്സ് മലപ്പുറം പ്രീമിയർ ലീഗ് പ്രഥമ സീസൺ ജേതാക്കളായി. ആസിഫ് മാളിയേക്കൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടി. ടൂർണമെന്റിലെ മികച്ച ബൌളറായി ജയ്സലിനെയും മികച്ച ബാറ്റ്സ്മാനായി ശ്രീലാലിനെയും മികച്ച താരമായി മൻസൂറിനെയും തെരഞ്ഞെടുത്തു.
കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ മതവിജ്ഞാന സദസ്സ് സംഘടിപ്പിക്കുന്നു. മംഗഫ് നജാത്ത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ കുവൈത്തിലെ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. മതം മധുരമാണ് എന്ന പ്രമേയത്തിൽ ഡോക്ടർ സലീം ഫൈസി കൊളത്തൂർ മുഖ്യപ്രഭാഷണം നടത്തും. രുചിയേറും വിഭവങ്ങളുമായി കുവൈത്തിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലുലു വേൾഡ് ഫുഡ് പ്രൊമോഷന് തുടക്കം. രാജ്യത്തെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിലുമായി 2 ആഴ്ചത്തെ നീളുന്ന പ്രൊമോഷന്റെ ഉദ്ഘാടനം അൽ റായ് ഔട്ട്ലെറ്റിൽ നടന്നു. ഇന്ത്യൻ മാസ്റ്റർ ഷെഫ് സീസൺ 8 ജേതാവായ ഷെഫ് മുഹമ്മദ് ആഷിഖ്, ഷെഫ് പ്രാച്ചി അഗാർക്കർ, ഷെഫ് ടെറ ഹമാദ, ലുലു കുവൈത്തിന്റെ ഉന്നത മാനേജ്മെന്റ് സ്പോൺസർമാരുടെ പ്രതിനിധികളും ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. ലുലു വേൾഡ് ഫുഡ് പ്രൊമോഷന്റെ ഭാഗമായി പലചരക്ക് സാധനങ്ങൾ, മാംസം, സീ ഫുഡ് തുടങ്ങി നിരവധി പ്രൊഡക്റ്റുകൾക്കും ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ആഴ്ച നീളുന്ന പ്രൊമോഷന്റെ ഭാഗമായി വിവിധ കാറ്റഗറികളിൽ പാചക മത്സരങ്ങളും ആകർഷകമായ മറ്റു പരിപാടികളും വരും ദിവസങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. ഇനി വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില നോക്കാം. ദോഹ കുറഞ്ഞ താപനില 25 ഡിഗ്രി, കൂടിയത് 46 ഡിഗ്രി. മനാമ കൂടിയ താപനില 28 ഡിഗ്രി, കൂടിയത് 40 ഡിഗ്രി. ദുബായ് 27, 41, അബുദാബി 29, 41. ലിസ്റ്റ് അവർ പൂർണ്ണമാവുന്നു. ഇടവേള കഴിഞ്ഞ് ഗൾഫ് ലൈഫിൽ അമൃത പടിക്കാൽ വരും. നമസ്കാരം. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.